ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ഒരു പുതിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 5:45 ആ സമയമൊക്കെ ആയപ്പോൾ ഞാൻ എണീറ്റിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ലൊരു തണുപ്പും ഒരു ചുറ്റുപാടും നല്ലൊരു രസമുള്ള ക്ലൈമറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവുകയാണ്, ഞാനും എൻ്റെ അനിയനും കൂടി. അപ്പോൾ നമ്മൾ നേരെ പോയി ഫ്രഷൊക്കെ ആയി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് നേരെ ഞാനും എൻ്റെ അനിയനും കൂടി ഞങ്ങളെ അമ്മാൻ്റെ നാട്ടിലേക്ക് പോവുകയാണ്. അമ്മാൻ്റെ നാട് വരുന്നത് തിരൂർ അരീക്കാട് ആ ഭാഗത്താണ്. അപ്പോൾ ഞാനും അവനും കൂടി രാവിലെ തന്നെ നമ്മളെ ഈ സൺഫ്ലവർ അത് കാണാൻ പോവുകയാണ്. അപ്പോൾ അമ്മാൻ്റെ നാട്ടിൽ അവിടെ ഇങ്ങനെ പാടത്ത് ആദ്യമൊക്കെ ബത്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രാവശ്യം അവിടെ ഇങ്ങനെ സൺഫ്ലവറിൻ്റെ കൃഷി നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾ കുറച്ചായി കേൾക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ റിലാക്സ് ആയിട്ട് പോവാമെന്ന്. അങ്ങനെ ഞാനും അവനും കൂടി പോവാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം ഒരു 25 മിനിറ്റ്സ് അത്രയൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ നമ്മൾ ഈ കർണാടകയിൽ ഗുണ്ടൽപേട്ട് അവിടെയൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തി. നല്ലൊരു സൺറൈസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അതൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അവിടെ ഉള്ളൊരു ഡോഗാണ്. അവരിങ്ങനെ അതിനൊരു വാക്കിന് വേണ്ടി കൊണ്ടുപോയിരുന്നു. ആദ്യം വിചാരിച്ച് കുറച്ച് സ്മൂത്തൊക്കെ ആണെന്ന്, പക്ഷേ കൂടുതൽ സംസാരിച്ചപ്പോഴാണ് അറിഞ്ഞത് ആൾ കുറച്ച് റോങ് ആണെന്ന്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ചു അതിൽ ഞങ്ങൾ പേടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി രാവിലെ തന്നെ ഈ ഒരു അടിപൊളി വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗുണ്ടൽപേട്ടിലൊക്കെ പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ നാട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാവും, നമുക്കൊരു ഇതല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ കാണാൻ പോയി. കുറേ ഒന്നുമില്ല, മേ ബി ഞങ്ങൾ വന്നത് ലേറ്റ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ കാണാൻ പറ്റാത്താവും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. നമ്മളെ നോക്കി ഇങ്ങനെ ചിരിക്കണ പോലെ തോന്നി. നല്ലൊരു ക്യൂട്ട്, എന്ത് രസം. പിന്നെ അവിടെ ഇതേപോലെ തന്നെ കുറേ ആൾക്കാർ ജോഗിങ്ങിനും വാക്കിനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. രണ്ട് സൈഡും ഫുൾ പാടൊക്കെ ആയിട്ട്. ഞങ്ങളത് കഴിഞ്ഞിട്ട് നേരെ എന്താക്കി ചായ അടിക്കാൻ വേണ്ടി പോയി. അവിടെ അടുത്ത് തന്നെ ഒരു കടയിൽ ഞങ്ങൾ ചായ അടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ നല്ല അടിച്ച ചായ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അനിയന് മുട്ട തന്നിരുന്നു. പക്ഷെ എനിക്ക് അതിന് ഉണ്ണിഷ്ടമില്ലാത്തതുകൊണ്ട്, നിങ്ങളവിടെയൊക്കെ എന്താ പറയാന്നുള്ളതൊക്കെ അറിയില്ല, അതിന് ഉണ്ണിഷ്ടമില്ലാത്തതുകൊണ്ട് അത് തന്നു. അങ്ങനെ ഞാനത് നിന്നു. പിന്നെ ഞങ്ങളെ കൂടെ അനീഫാക്ക ഉണ്ടായിരുന്നു. അനീഫാക്ക പുട്ടും പപ്പടമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കണ്ട് ഞാനും എൻ്റെ അനിയനും കൂടി നേരെ നമ്മളെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഗൈസ്, ഇന്ന് വിഷുവാണ്. അത് ഇന്ന് പത്രം എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് വിഷുവാണെന്നുള്ളത്. അപ്പോൾ ഓർമ്മ ഉമ്മ അമ്പലത്തിൽ ഇങ്ങനെ പായസമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്സ് പിന്നെ വരുന്നതാണ് ഗൈസ്. അങ്ങനെ ഞാൻ നേരെ പോകുന്നത് സ്കിപ്പിനെ കാണാൻ വേണ്ടി. രാവിലെ ഞാൻ സ്കിപ്പിനെ കണ്ടിട്ടില്ല, ഞങ്ങൾ നേരത്തെ പോയതുകൊണ്ട് ഓനെ കണ്ടിട്ടില്ല. അപ്പോൾ ഓനെ ഞാൻ എടുത്തു കൊടുക്കണം. അപ്പോൾ ഓനക്ക് ഈ ക്യാമറ വീഡിയോസ് അതിനോടൊക്കെ വളരെയധികം എതിരാണ്. അയക്കൊന്നും നോക്കില്ല. അയക്ക് നോക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളും എപ്പോൾ കണ്ടാലും വൻ അടിയാണ്. എന്താണെന്നറിയില്ല, ഞാനും ഓനും ഒരു കണ്ടെത്തി ചേരില്ല. എപ്പോഴും ഇങ്ങനെ അടിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കും. കാരണം ഞാൻ ഓനെങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഓനക്കത് ഇഷ്ടമല്ല. അപ്പോൾ എൻ്റെ കടിക്കും മാന്തും എല്ലാം ചെയ്യും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. ഓനെ കടിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഞാൻ ഓനെ കളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. അങ്ങനെ ഒരു ടീഷർട്ടൊക്കെ ഇട്ട് വന്ന് നമ്മളെ ടൂൾസ് കൈ പിടിച്ചിരിക്കണേ, ട്രൈപോഡും പിന്നെ അതേപോലെ തന്നെ ഫേസ് വാഷും കൊടുത്തപ്പോൾ താഴെ വന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വിചാരിച്ച്. കാരണം രാവിലെ ഇതായി പോയതല്ലേ, പിന്നെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഫ്രഷായി വിചാരിച്ച് അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിക്ക് ചെന്നപ്പോൾ ഇന്ന് ദോശയും കടലക്കറിയാണ്. അപ്പം അതിനുള്ള ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വറവിടൂലേ, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ചായ അടിക്കാനിരുന്ന് അനിയനില്ല, ഞങ്ങളോ പോയിന്ന്. പിന്നെ ഞാൻ, അമ്മ, വല്യപ്പ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ചായ കുടിക്കുക. ഇന്നിപ്പോൾ ലീവായതുകൊണ്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കഴിക്കും, ഞാൻ എന്നിട്ട് പോവും. പിന്നെ ഓരെല്ലാവരും കൂടി അങ്ങനെ ഇരുന്ന് കഴിക്കലേ. നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെടി പരിപാടിക്ക് ഇറങ്ങിയിരിക്കണേ. നമുക്കിവിടെ ഫ്രണ്ട് കുറച്ച് സെറ്റാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് മോർണിംഗ് അവിടെ പോയപ്പോൾ അവിടുത്തെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ്. ഇതിൽ മഞ്ഞയുണ്ട്. ഇത് 10 മണി, ഇതിൻ്റെ ഉമ്മാൻ്റെത് സ്വന്തമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിന്ന് കൊടുന്നതാണ്. ഇത് ഈ കളർ നല്ല രസമുണ്ട്. പിന്നെ ഇതൊരു മൾട്ടി കളറാണ്. ഇതും ക്യൂട്ടാണ് ഗൈസ്. ഇത് മൾട്ടി കളറാണ് ഗൈസ്. എൻ്റെ അമ്മ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ നല്ല വെയിൽ കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യം ചെടിയൊക്കെ വെച്ച സ്ഥലത്ത് ഇപ്പോൾ നമ്മളെ
ബോഗൻവില്ല അതാണ് ഇപ്പോൾ വെച്ചിരുന്നത്. ബാക്കി ഈ ചെടികളൊക്കെ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റാക്കിയപ്പോൾ അവിടെ കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അവിടെ ഈ ചെട്ടി വെക്കാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള സൈഡിലുള്ള ചെടികളൊക്കെ കൊണ്ട് നേരെ ഫ്രണ്ടിൽ വെച്ച്, പിന്നെ കുറച്ചൊരു ഹാങ് ചെയ്യണ ഒരു ചെടി ഉണ്ടായിരുന്നു താഴെ വെറുതെ ഇരിക്കണം. അപ്പോൾ ഞങ്ങളത് മുകളിൽ കൊണ്ടുപോയി വെക്കാൻ വിചാരിച്ച്. പക്ഷേ ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കത് അവിടെ തൂക്കിയിടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഹുക്ക് ഈ സെൻറ്ററിലുണ്ടായിരുന്നു, പിന്നെ ഒരു ഹുക്ക് ആ സൈഡിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാനത് ആ സൈഡിൽ വെച്ച് പോകുന്നു. ഞാൻ എല്ലാ തിരക്കുള്ള സമയത്തും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു ദിവസം പ്ലാൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ അങ്ങനെ പോയതുകൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വന്ന് എൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അത് ചെയ്യാൻ ചോദിച്ചു. പിന്നെ ചില കാര്യങ്ങളൊക്കെ തലേ ദിവസം തന്നെ ഞാൻ എഴുതി വെക്കും, എന്തെങ്കിലും ടു ഡു ലിസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ളൂ. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.